നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിനുള്ള സർക്കാരിൻ്റെ ഓണക്കിറ്റ് ലഭിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഓണക്കിറ്റാണിത്. ഇപ്പോൾ കറികൾക്ക് ചേർക്കേണ്ട പൊടികൾ, പഞ്ചസാര, കടല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചത് ഇത് മാത്രം മതിയോ, പച്ചക്കറി വേണ്ടതെന്നാണ്. പച്ചക്കറി വേണം. ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെ ആഘോഷം കൂടിയാണ്. പച്ചക്കറി നമ്മൾ വീടുകളിൽ നട്ട് നനച്ച് ഉണ്ടാക്കുക. വീടുകളിൽ നിന്ന് പച്ചക്കറി നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവെടുത്ത് അതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ, കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് സർക്കാർ തരുന്നത്. ഒപ്പം മധുരത്തിന് വേണ്ടിയിട്ട് പായസവും. അപ്പോൾ അതുകൊണ്ടാണ് പച്ചക്കറി തരാത്തത്. പച്ചക്കറി ഇത് മാത്രമല്ല, കുറേ കാലം അങ്ങനെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ സർക്കാരിന് അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. പെൻഷൻ എത്തിയിട്ടുണ്ട് പോലും, ക്ഷേമ പെൻഷൻ. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ്റെ പൈസ കൊണ്ട് നമുക്ക് പച്ചക്കറി വാങ്ങാം, ഇറച്ചി വാങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓണം ഞെരുങ്ങിപ്പോകുന്ന കുടുംബങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നൽകുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ ഇതാണ് ഓണക്കിറ്റ്. സർക്കാർ പെൻഷൻ വീടുകളിൽ എത്തിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം വീടുകളിൽ എത്തിയിട്ട് കാണുന്നുണ്ട്. വീട്ടിൽ തന്നെ കൊണ്ടെത്തതിന് പെൻഷനും കൃത്യമായ സമയത്ത് കിട്ടിയിട്ടുണ്ട്, കിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൂച്ചേൻ്റെ ഓണമാണ്. ഇന്ന് പൂച്ചക്കുള്ള ഓണം ആഘോഷിക്കുന്ന ദിവസമാണ് കേട്ടോ. പൂരാടം, പൂച്ചപ്പൂരാടം എന്നാന്ന് പണ്ടെല്ലാം പറയാം. നാളെ ഉത്രാടപ്പാച്ചിലായി, മറ്റന്നാൾ തിരുവോണായി. എൻ്റെ ഓണാ പോലും. അപ്പോൾ ഓണവിശേഷങ്ങളുമായിട്ട് വരാം. 2 ദിവസം ഓണത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പെൻഷൻ കിട്ടട്ടെ, കിറ്റുകൾ കിട്ടട്ടെ, സമൃദ്ധിയായി ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. പൂച്ചക്കുമുണ്ടൊരു ഓണം, പൂച്ചപ്പൂരാടം. പൂച്ച നിന്റെ ഓണാവൂലോ. അങ്ങനെയൊക്കെ നമ്മളെ ചെറുപ്പകാലങ്ങളിൽ പഠിപ്പിക്കലുണ്ട്. പൂച്ചേൻ്റെ ഓണം, പൂരാടം എന്നൊക്കെ പറഞ്ഞിട്ട്.